കേരളത്തിൽ ആണവ നിലയത്തിനുള്ള സാധ്യത ആരാഞ്ഞ് കേന്ദ്രം. ആണവ നിലയത്തിന് സ്ഥലം കണ്ടെത്താൻ സാധിക്കുമോ എന്ന് കേന്ദ്ര ഊർജ്ജ മന്ത്രി മനോഹർ ലാൽ കേരളത്തോട് ചോദിച്ചു. കോവളത്ത് നടന്ന കൂടിക്കാഴ്ചയിലാണ് വിഷയം ഉയർന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരം ചെയ്യുന്നു. ഉമേഷ്, പുറത്തുനിന്ന് വൈദ്യുതി എത്തിച്ചൊക്കെ കാര്യങ്ങൾ നടന്നു പോകുന്ന സംസ്ഥാനമാണ്. വന്നാൽ നല്ല കാര്യം. എന്തൊക്കെ നിബന്ധനകളാണ് മുന്നോട്ട് വെച്ചത്? വിവരങ്ങൾ. ഇന്ന് മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയും കേന്ദ്ര ഊർജ്ജ മന്ത്രിയെ കോവളത്ത് വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കേരളത്തിൽ നിലവിലുള്ള വൈദ്യുത പ്രതിസന്ധി, ഭാവിയിൽ വരാൻ പോകുന്ന പ്രതിസന്ധികൾ എന്നിവയെക്കുറിച്ച് വിശദമായി ചർച്ച നടത്തി. കേരളത്തിന് അധിക സഹായം വേണമെന്നുള്ള ആവശ്യം കേരളം മുന്നോട്ട് വെച്ചു. ഇതിനിടെയാണ് കേന്ദ്ര ഊർജ്ജ മന്ത്രി കേരളത്തിന് ആണവ നിലയം ആലോചിച്ചുകൂടെ എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നത്. കേരളത്തിന് തോറിയം നിക്ഷേപമുണ്ട്. കേരളത്തിലെ കടൽ തീരങ്ങളിൽ മോണോസൈറ്റ് ഉണ്ട്. മോണോസൈറ്റിൽ തോറിയം അടങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായി തോറിയം അധിഷ്ഠിത ആണവ നിലയം സ്ഥാപിച്ചാൽ കേരളത്തിലെ കടൽ തീരങ്ങളിൽ നിന്ന് തന്നെ ആ തോറിയം കിട്ടുമല്ലോ എന്നുള്ള ചോദ്യമാണ് കേന്ദ്ര ഊർജ്ജ മന്ത്രി മുന്നോട്ട് വെച്ചത്. എന്നാൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി കേരളത്തിൽ പൊതുസമൂഹത്തിന് പിന്തുണയില്ലാതെ ഒരു വൈദ്യുത നിലയം സ്ഥാപിക്കുക പ്രായോഗികമല്ല എന്നുള്ള മറുപടിയാണ് നൽകിയത്. ഒപ്പം കേരളത്തിന് പുറത്ത് ഏതെങ്കിലും സ്ഥലത്ത് ഒരു വൈദ്യുത നിലയം സ്ഥാപിച്ച് അതിന് വേണ്ട തോറിയം കേരളം സംഭാവന ചെയ്യുകയും അതിനുശേഷം ഊർജ്ജം എടുക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു പദ്ധതി വേണമെങ്കിൽ ആലോചിക്കാമെന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്തായാലും കേന്ദ്രം നേരത്തെയും കേരളത്തിന് ആവശ്യമെങ്കിൽ ഒരു ആണവ നിലയം സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൂടെ എന്നുള്ള നിർദ്ദേശമെല്ലാം ഉന്നയിച്ചിരുന്നു. എന്തായാലും നേരിട്ട് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിലും ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചു. എന്തായാലും തുടർ ചർച്ചകൾ ഇനി ഇതിൽ നടക്കേണ്ടതുണ്ട്. കേരള സർക്കാരിൻ്റെ നയമെല്ലാം ഇതിൽ മാറ്റേണ്ടതുണ്ട്. അതെല്ലാം ഇനി വരേണ്ടതുണ്ട്. എന്തായാലും പ്രാഥമികമായി ഇത്തരമൊരു ആവശ്യം കേന്ദ്ര ഊർജ്ജ മന്ത്രി തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും സുപ്രധാനം. സുഹൈൽ, ശരി, ജനസാന്ദ്രത കൂടുതലുള്ള കേരളത്തിൽ ഈ ആണവ നിലയങ്ങൾ പൊതുസമൂഹം എങ്ങനെ ഉൾക്കൊള്ളുമെന്ന ചോദ്യമൊക്കെ ബാക്കിയാണ്. ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ ആവശ്യമുള്ളത് ഉപയോഗിച്ച് ബാക്കി വിൽക്കാനുമാകും. എന്തായാലും ഒരു ആലോചനാ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്.